നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ശ്യാമാണ്. ഞാനിപ്പോൾ ഉള്ളത് റാസൽ ഖൈമയിലാണ്. ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എവിടെയാണ് സ്ഥലം എന്നൊക്കെ. ഇപ്പോൾ ഞാൻ റാസൽ ഖൈമയിലാണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ കമ്പനി അക്കോമഡേഷനിലാണ്. ഇന്ന് ഒന്ന് രണ്ട് വീഡിയോസ് കാണാനിടയായി. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഒന്ന് നമ്മുടെ പേളിമാണിയുടെ ഒരു വീഡിയോ. അതെന്ന് വെച്ചാൽ വളരെ നല്ലൊരു വീഡിയോ ആയിരുന്നു. കാരണം വെച്ചാൽ മനസ്സിനെ ഒരുപാട് സ്പർശിച്ചൊരു വീഡിയോ. അതായത് ഭർത്താവ് മരിച്ചൊരു അമ്മയ്ക്ക് ഒരു കമ്മലിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പേളിമണി അവർക്കത് വാങ്ങിച്ചു കൊടുക്കുന്നൊരു വീഡിയോ. നല്ല ഇതായിരുന്നു. ഈവൻ ഇനി ചിലപ്പം അത് ഇതായിരിക്കാം, പ്രൊമോഷനായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷേ അത് നല്ലൊരിതായിരുന്നു. നല്ലത് പറയട്ടെ. അറേബ്യൻ ഗോൾഡ് ആണെന്ന് തോന്നുന്നു അവർക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത്. പിന്നൊരു വീഡിയോ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടത് വീഡിയോ അല്ല, നമ്മളിപ്പോഴും ആലോചിച്ചിട്ട് ഒരു വിത്തും പിടിയും കിട്ടാത്തൊരു സംഭവമാണ്. രാഘവ് ചട്ട എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ആം ആദ്മി പാർട്ടിയുടെ ആണ്. നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാവുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകൻ ഒരു നിമിഷം കൊണ്ട് കണ്ടം മറിഞ്ഞ് BJP പോയ കാര്യം എല്ലാവർക്കും അറിയായിരിക്കും തോന്നുന്നു. എല്ലാവരും കണ്ടും കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഇതായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരുപാട് പേരെടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുള്ളിയെ ഇപ്പം എനിക്കിഷ്ടമുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം പുള്ളിയാണെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. ഒറ്റ നിമിഷം കൊണ്ട് പുള്ളി BJPക്ക് ചാടി. BJP കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. പിന്നുള്ളത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിങ്ങളുടെ അഭിപ്രായത്തിൽ VD സതീശനായിരിക്കുമോ, ചെന്നിത്തല ആയിരിക്കുമോ, അതോ മറ്റേ പുള്ളിയുടെ പേരെന്നാ മറന്നേ, എനിക്കധികം പരിചയമില്ല. ഇവർ രണ്ടുപേരെ മാത്രമേ എനിക്ക് നല്ല പരിചയമുള്ളൂ. ഞാൻ ചെന്നിത്തല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെന്നിത്തല നല്ലൊരു പ്രവർത്തകനാണ്. VD സതീശൻ കുറച്ച് വാചക കസർത്തുള്ള ആളാണെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്കറിയത്തില്ല. പക്ഷേ ചെന്നിത്തല അങ്ങനെയല്ല. എനിക്ക് പണ്ടോട്ടെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ ചെന്നിത്തല. അപ്പം എൻ്റെ ആഗ്രഹത്തിൽ ചെന്നിത്തല ആവാനാണ് ചാൻസ് കൂടുതൽ. അതോ ഇനി പണ്ട് ഒരു സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഇനി വല്ല എന്താ പറയുക വനിതാ മുഖ്യമന്ത്രി ആവുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അറിയായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ? അപ്പോൾ ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ശുഭദിനം. ബൈ.